നിങ്ങളുടെ കയ്യിൽ ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ക്രിപ്റ്റോ കോയിൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ക്യാഷ് ഔട്ട് ചെയ്യാൻ അറിയത്തില്ല, ഗൂഗിൾ പേയിലേക്ക് മാറ്റാൻ അറിയത്തില്ല, ഫണ്ടായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയത്തില്ല. എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ടൈം എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിക്സൽ വേഴ്സിൻ്റെ എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, ഏതിൻ്റെ ഒരു എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ക്രിപ്റ്റോ കോയിനും ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ആയിട്ട് മാറ്റുക എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ബട്ട് നിങ്ങൾ ഇതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ ഫൈനൽ പാർട്ടാണ്. ഗൂഗിൾ പേയിൽ P2P എന്ന് പറഞ്ഞ മെത്തേഡാണ് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. പിയർ ടു പിയർ എന്ന് പറയും. അതായത് വേറെ ആൾ വാങ്ങാൻ ബില്ലിങ് നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ കോയിൻ കൊടുത്ത് ക്യാഷ് വാങ്ങുന്നു. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതിന് മുമ്പായിട്ട് എങ്ങനെ നിങ്ങളുടെ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് ആദ്യം കൺവേർട്ട് ചെയ്യണം, USDT കൺവേർട്ട് ചെയ്യണം, അതിനുശേഷം നമുക്ക് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് മാറ്റണം, അതിനുശേഷം വേണം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തതിൻ്റെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ട ശേഷം വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. സോ എങ്കിലാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ബട്ട് നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ഒരു എക്സ്ചേഞ്ച് എടുക്കുക. ബൈബിറ്റിലായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ KuCoin ആയിക്കോട്ടെ, ബിറ്റ്ഗെറ്റ് ആയിക്കോട്ടെ, CoinDCX ആയിക്കോട്ടെ, ഏതിലേലും ഒരു എക്സ്ചേഞ്ച് നിങ്ങൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ഫെമിലിയർ ആകുക. അതായത് ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ടേംസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതിനുശേഷം വേണം നിങ്ങളൊരു വീഡിയോ കാണാനായിട്ട്. എങ്കിലാണ് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഐഡിയ കിട്ടത്തുള്ളൂ. സോ ആദ്യം നിങ്ങൾ എൻ്റെ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് വേണം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട്. പിന്നെ ഇതൊരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലൂമിൻ്റെ എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊരു എയർ ഡ്രോപ്പ് നിങ്ങൾ വാൾട്ടിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് മാറ്റി അതിനുശേഷം വരുന്ന ഒരു പ്രൊസീജിയറാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. എൻ്റെ എല്ലാ 2-3 വീഡിയോസിലായിട്ട് ഞാൻ അതാണ് ചെയ്തു പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ല, ഇപ്പോൾ വാൾട്ടിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് മാറ്റാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അങ്ങനെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു P2P ആണ്. അപ്പോൾ അതിൽ ഒരുപാട് എറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെ, ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബൈബിറ്റിൻ്റെ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത്, നമുക്ക് എത്രമാത്രം അസറ്റ്സ് അല്ല ഞാൻ എത്രമാത്രം USDT കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇവിടെ അസറ്റ്സിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. അസറ്റ്സിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് എനിക്കിവിടെ 215.26 USD എനിക്കുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇത് ഏകദേശം 18,000 റുപ്പീസിനടുത്ത് നമുക്ക് USDT ഇത് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് വിൽക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ മേളിൽ ബൈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ബൈ ക്രിപ്റ്റോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 1 ക്ലിക്ക് ബൈ P2P ട്രേഡിംഗ് 0 ഫീസ്. നമുക്ക് ചെയ്യേണ്ടത് P2P ട്രേഡിംഗ് ആണ്. സോ നമ്മൾ P2P ട്രേഡിങ്ങിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ബൈ, സെൽ, USDT അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ക്രീൻ വരും. ഇവിടെ നമുക്ക് USDT വാങ്ങുമല്ല, വിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ബൈ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് മാറ്റി ഞാൻ സെല്ലിലേക്ക് ഞാനൊന്നിട്ടു. സോ സെല്ലിട്ട സമയത്ത് നമുക്കിത് ഇതുപോലെ വിൽക്കാൻ ബില്ലിങ്, വാങ്ങാൻ USDT ഇത്ര എമൗണ്ടിന് വാങ്ങാൻ ബില്ലിങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാട്ടുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾക്ക് ഏതൊക്കെ പേയ്മെൻറ്റ് മെത്തേഡാണ് നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കിയിട്ട് അതിനുശേഷം ഇവിടെ ആ ഓൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റിയിട്ട് ഞാനിവിടെ ഗൂഗിൾ പേ മെത്തേഡാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എങ്ങനെയാണ് ഗൂഗിൾ പേ മെത്തേഡ് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഞാനിവിടെ ഗൂഗിൾ പേയിലേക്കൊന്ന് മാറ്റി അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഗൂഗിൾ പേയിലൂടെ നമുക്ക് പൈസ അയച്ചാലും ബില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫിൽട്ടറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങളിത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. ഫിൽട്ടറെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ഷോ ഓൺലി വെരിഫൈഡ് അഡ്വർടൈസേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇത് താഴത്തെ ബോക്സോടെ ചെക്ക് ചെയ്യുക, ഷോ ഓൺലി എലിജിബിൾ ആഡ്സ്. ഇത് രണ്ട് നിങ്ങൾ മസ്റ്റ് അടിച്ച് തരിക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കാം ആയിട്ട് വരുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെരിഫൈഡ് ആയിട്ടുള്ള ബയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വേണം നമ്മൾ ക്യാഷ് വാങ്ങാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 ബോക്സ് ഞാൻ ചെക്ക് ചെയ്ത ശേഷം ഒന്ന് കൺഫേം കൊടുത്തു. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് എമൗണ്ട് വരുന്നുണ്ട്. ഒരു USDTക്ക് ഫസ്റ്റ് ബാലകുമാർ എന്ന് പറയുന്ന ആൾ 90.25 ANR വരും. ദെൻ സീക്രട്ട് ലാബ് 89.56, അങ്ങനെ ഒരുപാട് എമൗണ്ടിലുണ്ട്. നമുക്കപ്പം ഏറ്റവും കൂടിയ ആൾക്കാരെ നോക്കാം. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കണം, ആൾ ലിമിറ്റ് 5,000 തൊട്ട് 24,000 രൂപ വരെയാണ് ആൾ ഇവിടെ നിൽക്കണ്ടോ ലിമിറ്റ് എന്ന് പറഞ്ഞുണ്ടോ അതിൻ്റെ അവൈലബിൾ ലിമിറ്റ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് നോക്കണം. പിന്നെ ഗൂഗിൾ പേ എന്നുള്ള കാര്യമൊക്കെ നോക്കണം. ആൾക്ക് ഏതൊക്കെ പേയ്മെൻറ്റ് മെത്തേഡാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എൻഷുർ ചെയ്യുക. സോ നമ്മൾ സെൽ USDT എന്ന് ക്ലിക്ക് ചെയ്യുക. സെൽ USDT എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബോക്സ് വരും.
എത്രമാത്രം USDT ആണ് നമുക്ക് ഐ വിൽ സെൽ, എനിക്ക് എത്ര USDT ആണ് നമുക്ക് വിൽക്കേണ്ടത്, അത് എത്ര രൂപയ്ക്കുള്ളതുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ബോക്സ് വരും. ഞാനിപ്പോൾ സപ്പോസ് തൽക്കാലം ഇവിടെ 168 USDT ഞാൻ സെല്ല് ചെയ്യണം എൻ്റെ, അതായത് അപ്രോക്സിമേറ്റ്ലി 15,000 റുപ്പീസ്, 15,162 റുപ്പീസ് വരുന്നുണ്ട്. സോ അപ്പോൾ അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു, എനിക്ക് എത്രയാണെന്നുള്ളത് കാണിച്ചു. അതിൻ്റെ ഇവിടെ നിങ്ങളിത് സൈഡിൽ കാണിക്കുന്നുണ്ട് അവൈലബിൾ, ദെൻ ലിമിറ്റ്സ്, പേയ്മെൻറ്റ് ഡ്യൂറേഷൻ, നോട്ട്സ്, ആളിട്ടേക്കുന്ന നോട്ട്സാണ്. അപ്പം പാനിക്കാവേണ്ട അങ്ങനെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. പേയ്മെൻറ്റ് മെത്തേഡ് ഞാനിപ്പോൾ ഗൂഗിൾ പേ മാത്രമേ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് ഇവിടെ ഗൂഗിൾ പേ കാട്ടുന്നത്. ഗൂഗിൾ പേ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ സെല്ല് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കൊരു ചാറ്റ് ബോക്സ് വരും. ബാലകുമാറായിട്ട് ആൾ ഓൺലൈനുണ്ട്, ബാലകുമാറായിട്ടുള്ള ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് വരും. ഓക്കെ, സോ ഇവിടെ ചാറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് തന്നെ ആൾക്ക് എന്ത് ചെയ്തു, എൻ്റെ ഒരു QR കോഡ്, ഞാൻ ഗൂഗിൾ പേയുടെ ഒരു QR കോഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലെ QR കോഡ് എടുത്ത് വെക്കുക. അതിനുശേഷം ആൾക്ക് ഞാൻ QR കോഡ് ഞാൻ ഒന്ന് അയച്ചു കൊടുത്തു. അതിനുശേഷം പുള്ളി എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. സോ നെക്സ്റ്റ് എൻ്റെ ഗൂഗിൾ പേ അയച്ചു കൊടുത്തപ്പോഴത്തേനും ആൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ മൊബൈൽ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ മൊബൈൽ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് ആൾക്ക്. ദെൻ ഷെയർ ദ സ്ക്രീൻഷോട്ട് ആഫ്റ്റർ ദ പേയ്മെൻറ്റ്. കാരണം എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ എനിക്ക് ആളോട് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടൈമർ ഓടുന്നുണ്ട്, 30 മിനിറ്റ്സിൻ്റെ ടൈമറാണ് നമുക്ക് ഇവിടെ വരുന്നത്. ആളപ്പോൾ റെസ്പോണ്ട് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞ് എനിക്ക് റെസ്പോണ്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ടൈമർ പോകുന്നുണ്ട്. പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയ ശേഷം നമുക്കിവിടെ റിലീസ് നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ, ആൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കൺഫേം ചെയ്യും. ഓക്കെ, അവിടെ കൺഫേം ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഇത് കണ്ടോ, ബയർ ഹാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ പേയ്മെൻറ്റ്, പ്ലീസ് കൺഫേം ദ റെസിപ്റ്റ് ആൻഡ് പ്രൊസീഡ് ടു റിലീസ് നൗ. ഇതേ നമുക്കിവിടെ റിലീസ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ വന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നോക്കുക, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും എമൗണ്ട് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം എനിക്ക് നിങ്ങളോട് കാണുന്ന പോലെ ഈ ഒരു എമൗണ്ട് 15,000 റുപ്പീസ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 15,162 റുപ്പീസ് എനിക്ക് ക്രെഡിറ്റ് ആയി. അത്രയും ഓക്കെ കൺഫേം വെരിഫൈ ചെയ്ത ടൈമിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വരും. നിങ്ങളത് ഓപ്പൺ ചെയ്യില്ല, സ്കാം മെസ്സേജസ് ആണ്. അതായത് നിങ്ങളിങ്ങനെ പേയ്മെൻറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് വേറെ ഇതിൽ എമൗണ്ടിൽ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരൊറ്റ മെസ്സേജ് പോലും ഓപ്പൺ ചെയ്യില്ല. എല്ലാം ഹിഡൻ മെസ്സേജസ് ആയിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം ഇഗ്നോർ ചെയ്യുക. കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ദിസ്. നിങ്ങൾ വിൽക്കുന്ന ടൈമിൽ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാവുള്ളൂ. വേറൊരു സ്കാമിലേക്ക് നിങ്ങളൊന്നും പോയേക്കല്ല, നിങ്ങളുടെ $US പോകുന്നതായിരിക്കും. സോ കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ദിസ്. ദെൻ നിങ്ങളിവിടെ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തെ എൻ്റെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുമുണ്ട്. സോ നിങ്ങൾ പേയ്മെൻറ്റ് കൺഫേം ചെയ്ത ശേഷം നിങ്ങളിവിടെ റിലീസ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. റിലീസ് നൗവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ചെക്ക് ബോക്സ് ഉണ്ടായിരിക്കും. ആ 2 ചെക്ക് ബോക്സിൽ നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങളിവിടെ റിലീസ് കോയിൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഒത്തൻറ്റിക്കേറ്റർ നിങ്ങൾ ഓൾറെഡി ഇവിടെ സെറ്റപ്പ് ചെയ്യണം. അതെങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഒത്തൻറ്റിക്കേറ്റർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡ് അടിക്കാം. 6 ഡിജിറ്റ് കോഡ് നിങ്ങളോട് എൻ്റർ ചെയ്യാൻ പറയും. അത് നിങ്ങൾ കോഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് റിലീസ് ആവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയെന്നുള്ള ഇത് വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി ഞാൻ വിചാരിക്കുന്നു. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ട്, അല്ലെങ്കിൽ ഏതിൻ്റെ പാർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി, നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.